ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള പൈപ്പിടൽ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു. പൈപ്പിടലിനു ശേഷം ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് റോഡുകളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പല ഭാഗത്തും ഈ ദുസ്ഥിതി കാണാം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 346 കോടി 62 ലക്ഷം രൂപ ചെലവിൽ 36,136 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പാക്കുന്നതാണ് ജലജീവൻ മിഷൻ പദ്ധതി. ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ച് 1.5 വർഷത്തോളമായെങ്കിലും ഇതുവരെയായും പദ്ധതി പൂർത്തീകരിക്കാൻ ആയിട്ടില്ല. റോഡുകൾ വെട്ടിപ്പൊളിച്ചുള്ള പൈപ്പിടൽ മാത്രമാണ് പുരോഗമിക്കുന്നത്. വെട്ടിപ്പൊളിച്ച റോഡുകൾ പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്യുന്നത്. കുഴിയെടുത്ത റോഡുകൾ കോൺക്രീറ്റ് ടാറിംഗ് ചെയ്ത് പൂർവാസ്ഥിതിയിലാക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ മിക്ക പ്രദേശങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ല. താരതമ്യേന വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡുകളിൽ ഇത് വളരെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. പുതിയ റോഡുകൾ പോലും വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ട് പോകുമ്പോൾ പൊതുജനങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെയാണ് തിരിയുന്നത്. വാർഡിലൂടെ കടന്നു പോകുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ഓരോ റോഡും ഈ നിലയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കരാറുകാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരു അവസ്ഥയാണ്. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മെമ്പർമാരാണിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. കാരണം ഇത് ക്രോസിംഗ് ചെയ്തത് മാത്രമാണ് ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കരാറുകാരൻ്റെ നിലപാട്. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ചെയ്ത വർക്കുകളിൽ മൊത്തം ഈ പറഞ്ഞതുപോലെ റീടാറിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ സകല റോഡും ഈ രീതിയിൽ പുതുതായിട്ട് ചെയ്ത റോഡുകൾ പോലും ഈ രീതിയിൽ കിളച്ചു വെച്ച ഒരവസ്ഥയാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും മഴ എത്തുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർഡ് മെമ്പർമാരൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായിട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള ഒരു നടപടിയാണ് നമുക്ക് ആവശ്യം. കുഴിയെടുത്ത മണ്ണ് പാതിയും റോഡിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മഴയത്ത് മണ്ണൊലിച്ചു പോവുകയും മൂടിയ ഭാഗത്ത് കുഴി വീണ്ടും രൂപപ്പെടുകയും ചെയ്യുന്നു. മഴ കനക്കുന്നതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിടിഞ്ഞ് വിള്ളൽ വരുന്ന അവസ്ഥയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.